ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ, ഹാഡ് ബെറ്റർ ഇതോടെ തീരുമാനമായിട്ടോ. ഇനി ഹാഡ് ബെറ്ററിന് മറ്റൊരു ക്ലാസ്സിന്റെ ആവശ്യമില്ല. കോൺവെർസേഷൻ ഫില്ലിങ്ങിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് എന്ത് പറ, ഹാഡ് ബെറ്റർ. സാർ, വാട്ട്സ് ദ മീനിങ് ഓഫ് ഹാഡ് ബെറ്റർ? നിനക്ക് ഏറ്റവും നല്ലത് അല്ലേ, നിനക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നീ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും നല്ലത് ഇതായിരിക്കണം അല്ലെ, ഇതായിരിക്കണം. അപ്പോ നിനക്ക് ഏറ്റവും നല്ലത് അതാണ് ഹാഡ് ബെറ്റർ, വിച്ച് മീൻസ് യു ഹാഡ് ബെറ്റർ. നിനക്ക് ഏറ്റവും നല്ല ഹാഡ് ബെറ്റർ മാത്രമല്ല ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും, യു ഹാഡ് ബെറ്റർ ഉണ്ടാവും. അപ്പൊ യു ഹാഡ് ബെറ്ററിന്റെ റൂൾ എന്താണ് എന്നുള്ളതാട്ടോ എഴുതി വെച്ചോളൂ നിങ്ങൾ. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം മാത്രം ഉപയോഗിക്കുക. വെർബിന്റെ ഏത് ഫോമാണ്? V1 ഫോം കേട്ടോ. അതായത് വെർബിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും V1, V2, V3 എന്ന് പറയുന്ന 3 ഫോം ഉണ്ട് അല്ലേ. അപ്പൊ ആസ്ക് എന്ന് പറയുന്ന ഒരു വെർബ് എടുത്തു, അതിന്റെ V2 ആണ് പറ ആസ്ക്ഡ്, അതിന്റെ V3 ആണ് എന്ത് പറ ആസ്ക്ഡ് തന്നെ അല്ലേ. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഗോ എന്ന് പറയുന്ന ഒരു വെർബ് എടുത്തു, അതിന്റെ V2 എന്ന് പറയുന്ന ഏതാണ് മക്കളെ? വെന്റ് ആണ്. അതിന്റെ V3 എന്ന് പറയുന്ന ഏതാണ് പറ? ഗോൺ ആണ്. നമ്മൾ എഴുതി വെച്ച എന്താണ്? ഹാഡ് ബെറ്ററിന് ശേഷം ഏത് ഫോം ഉപയോഗിക്കുക? V1 ഫോം, അതായത് ഈ ഫോം ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. V1 ഫോം ഉപയോഗിക്കുക. ശ്രദ്ധിക്കണേ, ഞാനൊരു കാര്യം, ഒരു ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കണേ, ഈ ഐഡിയ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, ഉത്തരം മിക്കവാറും തൊട്ടടിയിൽ കാണും. ഉത്തരം മിക്കവാറും പൊതുവെ എവിടെ ഉണ്ടാവലുണ്ട് എന്ന് അറിയോ? മിക്കവാറും മീൻസ് പൊതുവെ അല്ലെ. മിക്കവാറും തൊട്ടടിയിൽ കാണും, തൊട്ടടിയിൽ കാണും ട്ടോ, തൊട്ടടിയിൽ കാണും ട്ടോ. ഇനി വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ഉത്തരങ്ങൾ എവിടെ ഉണ്ടാവലുണ്ട്? ആ ആൻസറിന്റെ തൊട്ടടിയിൽ ഉണ്ടാവും ട്ടോ. ആ ക്വസ്റ്റ്യന്റെ തൊട്ടടിയിൽ അതിന്റെ ആൻസർ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് സാറേ നമുക്ക് ആ തൊട്ടടിയിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുക? അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നോക്കിക്കോളൂ, ഈ നോട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. ശ്രദ്ധിക്കണേ അല്ലെ, ഉത്തരം മിക്കവാറും തൊട്ടടിയിൽ കാണും. നോക്കൂ, ഒരു ഫ്രണ്ട് പറയാട്ടോ, ഫ്രണ്ട് പറയാണ്, ഓ ഐ സി, ഓ അങ്ങനെയാണല്ലേ. എനിവേ യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത്, നിനക്ക് ഏറ്റവും നല്ലത് ആസ് യു ഹാവ് ട്രാവൽഡ് ഫോർ ലോങ് ഹവേഴ്സ് അല്ലേ, നീ മുന്നേ ട്രാവൽ ചെയ്തത് പോലെ അല്ലേ. അപ്പൊ ഇവിടെ എന്താ കൊടുക്കുക പറ? ഈ ട്രാവൽഡ് എന്ന് പറഞ്ഞ സാധനം അല്ലേ അല്ലേ, ഇതിന്റെ V1 എന്താ? ട്രാവൽ അല്ലേ. അപ്പൊ ആ സാധനം കൊടുക്കുക കേട്ടോ. നോക്കിക്കോളൂ, ട്രാവൽ. യു അല്ലേ, യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത് ട്രാവൽ. നോക്കൂ നിങ്ങള്, ട്രാവൽ ഫോർ ലോങ് അല്ലെ, ഫോർ ലോങ് ഹവേഴ്സ്. നിനക്ക് ഏറ്റവും നല്ലത് എന്താണ് പറ? ലോങ് ഹവേഴ്സ്, ഒരുപാട് നേരം നിന്ന് യാത്ര ചെയ്യുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത്. ഏതുപോലെ? ആസ് യു ഹാവ് ട്രാവൽഡ് ഫോർ ലോങ് ഹവേഴ്സ്, മുന്നേ നീ ഒരുപാട് നേരം ട്രാവൽ ചെയ്തില്ലേ, അതുപോലെ നീനൊക്കെ ട്രാവൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാ പറയുന്നത് കേട്ടോ. ഒന്നും കൂടെ നോക്കിക്കോളൂ, എക്സാമ്പിൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കൂ, നിങ്ങളെ ഫ്രണ്ട് പറയാട്ടോ, മാർത്തനോട് പറയാട്ടോ, ദെൻ യു ഹാഡ് ബെറ്റർ, എങ്കിൽ നിനക്ക് ഏറ്റവും നല്ലത്. അപ്പൊ മാർത്ത പറയാണ്, യാ അല്ലെ, ഐ എം തിങ്കിങ് ഓഫ് കംപ്ലൈനിങ് ടു ദ ഹയർ അതോറിറ്റി അല്ലെ, ഞാൻ എന്ത് ചെയ്യാണ്? ഹയർ അതോറിറ്റിയിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ. അപ്പൊ യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത്. നോക്കൂ നിങ്ങള്, കംപ്ലൈൻ അല്ലെ, കംപ്ലൈൻ ടു ദി ഹയർ അതോറിറ്റി അല്ലെ. നോക്കൂ, അപ്പൊ ആ കംപ്ലൈൻ എന്ന് പറയുന്ന സാധനം എടുക്കുക. യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത് കംപ്ലൈന്റ് ടു ദി ഹയർ അതോറിറ്റി എന്ന് പറയുന്ന ഈ സാധനം അല്ലേ, അത് അടി എഴുതി കൊടുത്താൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ അതാണ് തൊട്ടടിയിൽ ഉത്തരം കാണും എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ മക്കളെ? എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങള്, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ഡോക്ടറും മിസ്റ്റർ ജോണും തമ്മിലുള്ള സംഭാഷണമാണ്. ഡോക്ടർ പറയാട്ടോ, യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ജോൺ പറയാണ്, യെസ് ഐ വിൽ ഹെൽപ്പ് ദം അല്ലെ, ഇൻ ഓൾ പോസിബിൾ വേസ് അല്ലെ, ഏത് നിലക്കും ഞാൻ അവരെന്ത് ചെയ്യാ പറ, സഹായിക്കാം. അപ്പൊ നിനക്ക് ഏറ്റവും നല്ലത് പറ, ഹെൽപ്പ് ദം ഇൻ ഓൾ പോസിബിൾ വേസ് അല്ലെ. ഈ ഒരു സാധനം ഇവിടെ എഴുതി കൊടുത്താൽ നമ്മളെ ഉത്തരായി അല്ലെ. മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ചിലപ്പോ നോക്കിക്കോളൂ കേട്ടോ, ചിലപ്പോ നമുക്ക് എ ബിനോട് ഇങ്ങനെ പറയട്ടോ, എ ഇങ്ങനെ പറയും, ബിനോട് എന്ത് പറയുന്ന അറിയോ? ഇങ്ങനെ ബിനോട് ഇങ്ങനെ പറയട്ടോ, യു ഹാഡ് ബെറ്റർ അല്ലെ, അല്ലെങ്കിൽ യു ലുക്ക് വറീഡ്, യു ലുക്ക് വറീഡ്, അല്ലെങ്കിൽ യു ലുക്ക് ടയേർഡ്, നിന്നെ ക്ഷീണിതനായി കാണുന്നുണ്ടല്ലോ അല്ലെ, യു ലുക്ക് ടയേർഡ്. യു ഹാഡ് ബെറ്റർ, നിനക്ക് ഏറ്റവും നല്ലത്, നിനക്ക് ഏറ്റവും പറ നല്ലത് ഡാഷ് അല്ലെ, ഡാഷ്. അപ്പൊ ഇത് ബി അല്ല കേട്ടോ, ഡാഷ്. നിനക്ക് ഏറ്റവും നല്ലത് ഡാഷ് എന്നാ പറയുന്നത് കേട്ടോ. അതായത് നീ ക്ഷീണിതനായി കാണുന്നു, നിനക്ക് ഏറ്റവും നല്ലത്. ബാക്കി പറ, നമ്മൾ ടു ടേക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ് ടു വെക്കാൻ തോന്നുമെങ്കിലും വെക്കരുത്. യു ഹാഡ് ബെറ്റർ പറ,
ടേക്ക് റെസ്റ്റ്. യു ഹാഡ് ബെറ്റർ പറ ടേക്ക് റെസ്റ്റ്. ഈ ടേക്ക് റെസ്റ്റ് തന്നെ പറയുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടാ. യു ഹാഡ് ബെറ്റർ ഡ്രിങ്ക് സം വാട്ടർ അല്ലെ, ഡ്രിങ്ക് സം വാട്ടർ അല്ലെ, അനക്ക് കുറച്ച് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെ പറയാൻ പറ്റൂലേ? അല്ലെങ്കിലോ യു ഹാഡ് ബെറ്റർ കൺസൾട്ട് ഡോക്ടർ അല്ലെ, ഡോക്ടർ അടുത്ത് പോയി കാണുന്നതാണ് നിനക്ക് നല്ലത്, അങ്ങനെ എന്തും പറയാൻ പറ്റും. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചോളൂ, ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ പഠിച്ച റൂൾ എന്താണ് പറ? ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ഒന്നാമത്തെ ഫോം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണേ. ഉത്തരം മിക്കവാറും തൊട്ടടിയിൽ കാണും, വേറെ എവിടേക്കും പോകണ്ട. 90% ആൻസറും SSLC എക്സാമിൽ തൊട്ടടിയിൽ ഉണ്ടാവലുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുക. റെഡി? ദെൻ ബൈ.